ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 3-ാമത്തെ സഭയായ പെർഗമോസ് സഭയോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ ചില കാര്യാദികൾ സംസാരിപ്പാനായിടയായി തീർന്നു. സഭയുടെ കുറ്റം: 1, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുക; 2, ദുർനടപ്പ് ആചരിക്കുക; 3, ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ സഭയിലുണ്ട്. ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ ദൈവത്തിൻ്റെ ജനമാകുന്ന ഇസ്രായേൽ മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത് ഇസ്രായേൽ ജനങ്ങളിപ്പോൾ മോവാബ് സമഭൂമിയിൽ എത്തി. അവിടെ എത്തിയ ജനത്തെ ശപിക്കുവാൻ വേണ്ടി മോവാബ് രാജാവായ ബാലാക്ക് ബിലയാം എന്ന പ്രവാചകനെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ബിലയാം ദൈവജനത്തെക്കുറിച്ച് ഒത്തിരി നല്ല കാര്യാദികളെ പ്രവചിപ്പാനായിടയായി തീർന്നു. സംഖ്യാപുസ്തകം 23-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ, ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ, തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ച് ബിലയാം പ്രവചിക്കുകയാണ്. ഇവർ തനിച്ചു പാർക്കുന്ന ഒരു ജനമാണ്, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. വളരെ വ്യക്തമായിട്ട് വേർപാടനുഷ്ഠിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങളെ പ്രമാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനമാണ് എന്ന് ഇവിടെ പറയുവാനായി തീർന്നു. ഇതാ, തനിച്ചു പാർക്കുന്ന ഒരു ജനം, പ്രൈസ് ദി ലോർഡ്, ജാതികളുമായിട്ട് എണ്ണപ്പെടുന്നില്ല. അതാണ് പുതിയ നിയമത്തിലും വേർപാടനുഷ്ഠിക്കണമെന്ന് പൗലോസ് കൊരിന്തിലെ വിശ്വാസികളോടൊക്കെ പറയുകയാണ്. വേർപാട് അത്യന്താപേക്ഷിതമായിരിക്കുന്നു. ഇനി നമ്മൾ സംഖ്യാപുസ്തകം 23-ാമത്തെ അധ്യായം 21-ൽ, യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല, അവൻ്റെ ദൈവമായ യഹോവ അവനോടുകൂടെ ഇരിക്കുന്നു, രാജ കോലാഹലം അവരുടെ മധ്യേ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം നോക്കി, ബിലയാം പറയുകയാണ്, യാക്കോബിൽ തിന്മ കാണുവാനില്ല, ഇസ്രായേലിൽ കഷ്ടത ദർശിപ്പാനുമില്ല. കാരണം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ തൻ്റെ ജനത്തോട് കൂടെയുണ്ട്, രാജകോലാഹലം അവരുടെ മധ്യേ ഉണ്ട്. അപ്പോൾ ദൈവസാന്നിധ്യം ഒരു വ്യക്തിയോട്, ഒരു കുടുംബത്തോട്, ഒരു രാഷ്ട്രത്തോട് കൂടെ ഉണ്ട് എങ്കിൽ അവർ വളരെ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി മാറുന്നു, അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി മാറുന്നു, അനുഗ്രഹിക്കപ്പെട്ട ഒരു രാഷ്ട്രമായി തീരുകയാണ് ചെയ്തത്. അതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ സൂചിപ്പിച്ചു: എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനത്തെ പ്രമാണിക്കും, പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടുകൂടെ വസിപ്പാനായിടയായിത്തീരും. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണിക്കുന്നവരോടൊപ്പം ദൈവം കൂടെയുണ്ട്. അവരിൽ കഷ്ടത കാണുവാനില്ല. ആമേൻ. കാരണം രാജകോലാഹലം അവരുടെ മധ്യമുണ്ട്. അവർക്ക് എപ്പോഴും ആനന്ദവും സന്തോഷവും സമൃദ്ധിയുമായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ബിലയാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചും അവന് പ്രവചിപ്പാനായിടയായി തീർന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ജനം അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നും അവരെ ശപിക്കുവാൻ പാടില്ല എന്നും
ദൈവം ബിലയാമിനോട് പറഞ്ഞു, നീ ഈ ജനം എൻ്റെ ജനമാണ്, ഇവരനുഗ്രഹിക്കപ്പെട്ട ജനമാണ്, ഇവരോടുകൂടി ഞാനുണ്ട്. അതുകൊണ്ട് ഈ ജനത്തെ നീ ശപിക്കരുത്, അരുതാത്തതൊന്നും ജനത്തിന് നീ ആലോചന പറഞ്ഞു കൊടുക്കരുത് മറ്റാർക്കും തന്നെ. ഹല്ലേലൂയ. അവൻ അങ്ങനെ ഇരിക്കെ വിട്ടയാണ് പ്രിയ ദൈവമക്കളെ, സംഖ്യാപുസ്തകം 22-ാം അധ്യായം നമ്മൾ 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം അവനോട് പോകരുത് എന്ന് പറഞ്ഞു എങ്കിലും ആമേൻ, അവൻ്റെ ഹൃദയം പൈസ, അതിൽ അവനെ ദൃഷ്ടി പോയി. ദൈവം എന്താ ചെയ്തത്? ഒരു ഉരിയാട കഴുതയിലൂടെ തടസ്സം നേരിട്ടു. അവൻ ഉരിയാട കഴുതയിലൂടെ ദൈവം അവനോട് സംസാരിച്ചു, നീ പോകരുത്, അവൻ പോകരുത് എന്ന് പറഞ്ഞിട്ടും അവൻ നേർവഴിയിൽ വരാത്തവനാണ് ബിലയാം. ഹല്ലേലൂയ. കാരണം പ്രിയമുള്ളവരെ, മോവാബ് രാജാവായ ബാലാക്ക് നിരന്തരം സാമ്പത്തികമായ വാഗ്ദാനങ്ങൾ ബിലയാമിന് നിരത്തി വയ്ക്കുവാനായിടയായി തീർന്നു. ബിലയാമിൻ്റെ ഹൃദയം മോവാബ് രാജാവായ ബാലാക്ക് നിരത്തിവെച്ച സമ്പത്ത്, ആ സാമ്പത്തികമായ വാഗ്ദാനങ്ങൾ ബിലയാമിന് നൽകിയപ്പോൾ അവൻ്റെ ഹൃദയം സമ്പത്തിലേക്ക് വഴിതെറ്റിപ്പോകുവാനായിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്നും അങ്ങനെയാണ് അനേക പ്രിയമുള്ളവർ സമ്പത്ത് അവിടെ മുമ്പിൽ കാണിക്കുമ്പോൾ, നിരത്തി വയ്ക്കുമ്പോൾ, ഹല്ലേലൂയ, അവർ ദൈവ കൽപ്പന വിട്ട്, ദൈവ വഴിവിട്ട് അവർ പാപത്തിലേക്ക് ചെന്ന് വീണ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനവധി വ്യക്തികളെ നമുക്ക് സമൂഹത്തിൽ കാണുവാനായി സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ സ്വതം ആ സാമ്പത്തികത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിരത്തിവെച്ചപ്പോൾ ബിലയാമിൻ്റെ ഹൃദയം വഴിതെറ്റിപ്പോയി. എന്താ ഇവിടെ സംഭവിച്ചത്? ഇസ്രയേലിനെ, ദൈവത്തിൻ്റെ ജനത്തെ പരസംഗത്തിലേക്കും വിഗ്രഹാരാധനയിലേക്കും വഴിതെറ്റിച്ചാൽ ദൈവശാപം വരുമെന്ന് മോവാബ് രാജാവായ സ്വതം ബാലാക്കിനെ ബിലയാം ഉപദേശിപ്പാനായിടയായി തീർന്നു. ഈ ജനത്തിലേക്ക്, ദൈവത്തിൻ്റെ ജനം, ആ ദൈവം കൂടെയുള്ള ജനം, ദൈവം ഇവരോടൊപ്പം കൂടെയുണ്ട്, രാജകോലാഹലയുടെ മധ്യമുണ്ട്, ഇവരിൽ കഷ്ടത ദർശിപ്പാനില്ല, എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒടുവിൽ അവസാനമായിട്ട് ബിലയാം പറയുകയാണ്, ഈ ജനത്തിൻ്റെ മേൽ ദൈവശാപം വരണമെങ്കിൽ, ദൈവകോപം വരണമെങ്കിൽ ഇവരെ പരസംഗത്തിലേക്ക്, വ്യഭിചാരത്തിലേക്ക്, ഇവരെ വിഗ്രഹാരാധനയിലേക്ക് നമ്മൾ വഴിതെറ്റിച്ചാൽ ദൈവശാപം വരുമെന്ന് മോവാബ് രാജാവായ ബാലാക്കിനെ ബിലയാം ഉപദേശിപ്പാനായിടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ബിലയാം അനുഗ്രഹിക്കപ്പെട്ട പ്രവചനങ്ങൾ ഒന്നൊന്നായി നിരത്തി വെച്ചിട്ടും പ്രവചനങ്ങൾ പറഞ്ഞിട്ട് ഒടുവിൽ എന്താ ചെയ്തത്? ദുർനടപ്പിൻ്റെ, വേശ്യാവൃത്തിയുടെ, വ്യഭിചാരത്തിൻ്റെ, വിഗ്രഹാരാധനയുടെ ദുഷ്ടാലോചനകൾ പറഞ്ഞു കൊടുക്കുവാനായിടയായി തീർന്നു. ഇതാണ് ബിലയാമിൻ്റെ ഉപദേശമെന്ന് പറയുന്നത്. 2 പത്രോസ് ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ അവർ നേർവഴി വിട്ട് തെറ്റി ബയോരിൻ്റെ മകനായ ബിലയാമിൻ്റെ വഴിയിൽ നടന്നു. ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കയീനിൽ വ്യാപരിച്ച ദുരാത്മാവ്, ബിലയാമിൽ വ്യാപരിച്ച ദുരാത്മാവ്, കോരഹിൽ വ്യാപരിച്ച ദുരാത്മാവ്, അബ്ശാലോമിൽ വ്യാപരിച്ച ദുരാത്മാവ്, ഞാൻ ഈ സമയം ഓർമ്മപ്പെടുത്തട്ടെ, ഇവരിൽ വ്യാപരിച്ച അതേ ദുരാത്മാവ് ഇന്നും അനേക ദൈവമക്കളുടെ മേൽ വാഴുകയാണ്. അനേക സഭകളിൽ ഇപ്രകാരമുള്ള ദുരാത്മാക്കൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങൾ മറന്നു കളയരുത്. യൂദായുടെ ലേഖനം 11-ാമത്തെ വാക്യത്തിൽ അവർക്കയ്യോ കഷ്ടം, അവർ കയ്യിൻ്റെ വഴിയിൽ നടക്കുകയും കൂലി കൊതിച്ച ബിലയാമിൻ്റെ വഞ്ചനയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കോരഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. ആകയാൽ ഈ നിമിഷത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നാം ഒരിക്കലും
ആമേൻ ഹല്ലേലൂയ തെറ്റിപ്പോകുന്ന ഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ആമേൻ സാമ്പത്തികമായിട്ടുള്ള മോഹന വാഗ്ദാനങ്ങൾ നമുക്ക് ആരെങ്കിലും തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് സമ്പത്ത് ആവശ്യമായിരിക്കുന്നു. ആമേൻ സ്വതം. അപ്പോൾ ആ സന്ദർഭത്തിൽ ആരെങ്കിലും സാമ്പത്തികത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമുക്ക് നൽകിക്കഴിഞ്ഞാൽ നാം ഒരു നാളും പരസംഗത്തിലേക്കോ വ്യഭിചാരത്തിലേക്കോ ദുർനടപ്പിലേക്കോ അല്ലെങ്കിൽ അന്യാരാധനയിലേക്കോ വിഗ്രഹാരാധനയിലേക്കോ ഞാനും നിങ്ങളും നമ്മൾ ആരും പോകാതെ നമ്മെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് നാം ഒരു ക്രിസ്തീയ ജീവിതം വചനപ്രകാരം ജീവിക്കുകയാണെങ്കിൽ ദൈവ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്ന് ദൈവം നമ്മെ മാനിപ്പാനായിടയായിത്തീരും. പ്രാർത്ഥിക്കുക. സ്നേഹനിധിയായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ബിലെയാമിൻ്റെ ഉപദേശത്തിൽ ആരും കുടുങ്ങി, വഞ്ചനയിൽ കുടുങ്ങി, ചതിവിൽ കുടുങ്ങി ആരും നശിപ്പാനിട വരാതെ വണ്ണം എല്ലാവരെയും അവിടെ കാത്തു സൂക്ഷിക്കും. പ്രാർത്ഥനയുടേക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.